അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും യഫ്ഖഹൂ ഖൗലി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി. ഏറ്റവും ആദരണീയരായ ഡോക്ടർ ഹുസ്ന, അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ, ഡോക്ടർ ഫർഹ നൗഷാദ്, മിൻഹ ഹബീബ് തുടങ്ങിയിട്ടുള്ള വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരെ, നമ്മുടെ വിഷയത്തിൻ്റെ ഏകദേശ ഭാഗമൊക്കെ നമ്മുടെ ആമുഖ ഭാഷണത്തിലും ഉദ്ഘാടന ഭാഷണത്തിലും നമ്മൾ കേട്ടു. ഇനി കൂടുതലായി അതിനെക്കുറിച്ച് പരത്തി പറയേണ്ടതിൻ്റെ ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജീവിത വ്യവഹാരങ്ങളേതുമാകട്ടെ, അതെല്ലാം ഒന്ന് ചേർന്നത് തന്നെയാണ് ജീവിതം എന്നുള്ളതാണ് ഫാത്തിമ തഹ്ലിയ ഇവിടെ പറഞ്ഞു വെച്ചത്. തിരക്ക് പിടിച്ച നമ്മുടെ ജോലിയും നമ്മുടെ കരിയറുമൊന്നും നമ്മുടെ ആത്മീയ ജീവിതത്തിന് വിഘാതമാകരുതേ എന്നുള്ളതാണ് ഹുസ്നയും പറഞ്ഞു വെച്ചത്. അപ്പോൾ ജീവിതത്തെക്കാളുപരി ജീവിത വ്യവഹാരങ്ങൾക്ക് പ്രാധാന്യം നൽകരുത് എന്നുള്ള വലിയ പാഠം നമ്മൾ പഠിക്കുകയുണ്ടായി. ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളത് മാത്രമാണ്. അതിലുപരി മറ്റൊന്നിനും നമ്മൾ പ്രാധാന്യം നൽകരുത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങളുണ്ട്. ജീവിതമെന്ന് പറയുന്നത് ആ ഉത്തരവാദിത്വ നിർവഹണത്തിന് വേണ്ടി ലഭിക്കപ്പെട്ട ഒരേ ഒരു അവസരമാണ്. ഓരോരുത്തരും ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കുല്ലുക്കും റാഇ, എല്ലാവരും ഭരണാധികാരികളാണ്. വമസ്ഊലുൻ അൻ റഈയതിഹി, തങ്ങൾക്ക് കീഴിലുള്ള ഭരണീയരെക്കുറിച്ച് ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടും. കുറഞ്ഞ വാക്കുകളിൽ ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഉത്തരവാദിത്ത നിർവഹണങ്ങളിൽ എവിടെയെങ്കിലും നമ്മുടെ ജോലിയോ തിരക്കുകളോ നമുക്ക് വിഘാതം സൃഷ്ടിക്കുന്നുണ്ടോ എന്നൊരു മാത്രമാണ്. അപ്പോൾ അള്ളാഹുവും അവൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളെ പഠിപ്പിച്ച നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ കൃത്യമായിട്ടും നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. നേരത്തെ ജോലിക്ക് പോകുന്ന പുരുഷനും ജോലിക്ക് പോകുന്ന സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസത്തെ സംബന്ധിച്ച് പറയുകയുണ്ടായി. അവിടെ നമ്മൾ ഉൾക്കൊള്ളേണ്ട അതിൻ്റെ മറ്റൊരു ഭാഗം കൂടിയുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ കുടുംബത്തിൻ്റെ മേലുള്ള സാമ്പത്തിക ഉത്തരവാദിത്വം ഒരിക്കലും നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വ ബോധത്തിൽ നമ്മൾ മുൻഗണന നൽകേണ്ടത് നമ്മളെ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ തന്നെയാണ്. നാം ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, നാം സമ്പാദിക്കുന്നുണ്ട് എങ്കിൽ, അത് നാം നമ്മുടെ കുടുംബത്തിന് മേൽ ചെലവഴിക്കുന്നുണ്ട് എങ്കിൽ അത് നാം ചെയ്യുന്ന വലിയൊരു പുണ്യപ്രവൃത്തിയാണ്. അതല്ലാതെ അത് നമ്മുടെ ഉത്തരവാദിത്വമല്ല. ഒരു ഉദാഹരണം പറയട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ സൈനബ് റളിയല്ലാഹു അൻഹ കടന്നു വന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, എൻ്റെ കയ്യിൽ കുറച്ച് പണമുണ്ട്, ഞാനത് ആർക്കെങ്കിലും ദാനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ ദാനം സ്വീകരിക്കാൻ അബ്ദുള്ളയെക്കാളും ദരിദ്രനായിട്ട് മറ്റൊരു മനുഷ്യനെ ഞാൻ കാണുന്നില്ല. അഥവാ സ്വന്തം ഭർത്താവിനേക്കാളും ദരിദ്രനായി മറ്റൊരു മനുഷ്യനെ ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് അബ്ദുള്ളക്ക് ദാനം കൊടുക്കാൻ എനിക്ക് പറ്റുമോ എന്നുള്ളതാണ് സൈനബ് റളിയല്ലാഹു അൻഹയുടെ ചോദ്യം. ഇവിടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ് റളിയല്ലാഹു അൻഹക്ക് പഠിപ്പിച്ചു കൊടുത്ത പാഠം, നീ അത് അബ്ദുള്ളക്കാണ് ദാനം ചെയ്യുന്നത് എങ്കിൽ നിനക്ക് ഇരട്ടി പ്രതിഫലമുണ്ട് എന്നുള്ളതാണ്. അതല്ലാതെ നിൻ്റെ കുടുംബത്തിൽ അബ്ദുള്ള ദരിദ്രനായിരിക്കെ
നീ ആ പണം ചെലവഴിക്കുക എന്നുള്ളത് നിൻ്റെ മേൽ ബാധ്യതയാണ് എന്നല്ല. അത് അബ്ദുള്ളക്ക് നീ നൽകുമ്പോൾ അത് നിനക്ക് ഇരട്ടി പ്രതിഫലമാണ്, വലിയ ഒരു പുണ്യപ്രവൃത്തിയാണ് എന്നാണ്. അപ്പോൾ സ്വന്തം കുടുംബത്തിന് ധനം ചെലവഴിക്കുന്നവരാണ് നമ്മൾ സ്ത്രീകളെങ്കിൽ അത് വലിയ ഒരു പുണ്യമാണ്. പക്ഷെ അതിലുപരി അത് നമുക്ക് മേലൊരു ബാധ്യതയല്ല, അത് പുരുഷൻ്റെ മേലാണ് ബാധ്യത. അതിനേക്കാളും വലിയ ബാധ്യത നിർവഹിക്കുന്നവരാണ് നമ്മൾ. ഗർഭധാരണവും പ്രസവവും മുലയൂട്ടലും മക്കളെ വളർത്തലും എല്ലാം നിർവഹിക്കുന്ന നമ്മൾ അതിലും വലിയ ബാധ്യതകൾ നിർവഹിക്കുന്നവരും ഉത്തരവാദിത്വങ്ങൾ ഉള്ളവരുമാണ്. അതുകൊണ്ട് ഞാനതിനെ സംബന്ധിച്ച് പരത്തി പറയുന്നില്ല. നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ എവിടെയെങ്കിലും നമുക്ക് പാളിച്ചകൾ സംഭവിക്കുന്നുണ്ടോ എന്ന ഒരു പുനരാലോചന മാത്രം. നമുക്ക് നമ്മുടെ ഇണയുടെ മേൽ വലിയ ഉത്തരവാദിത്വമുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട്. ഭാര്യയെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ ഹദീസിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറയുന്നുണ്ട്, അൽമർഅതു റാഇയത്തുൻ ഫീ ബൈത്തി സൗജിഹ. ഒരു പെണ്ണ് തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലെ ഭരണാധികാരിയാണ്. അവിടെ നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇണയുടെ, മക്കളുടെ, കുടുംബാംഗങ്ങളുടെ മാനസിക ശാരീരിക ക്ഷമതകളും അവരുടേതായ സ്നേഹത്തിൻ്റെ ഇടപെടലുകളുമെല്ലാം നമുക്ക് മേൽ ഉത്തരവാദിത്വമാണ്. നമ്മുടെ തിരക്കുകൾ നമ്മുടെ ഇണയോട് ചേർന്നുള്ള ജീവിതത്തിൽ എവിടെയെങ്കിലും താളപ്പിഴകൾ ഉണ്ടാക്കുന്നുണ്ടോ, അഥവാ അവർക്ക് നൽകാൻ നമ്മുടെ കയ്യിൽ സമയമില്ലാതായി പോകുന്നുണ്ടോ, നമ്മൾ ഭയപ്പെടേണ്ട ഒരു വിഷയമാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു പക്ഷേ ജോലിയുടെ സമ്മർദ്ദമുണ്ടാകും. അതിൻ്റെ പേരിൽ ഭർത്താവിന് നൽകേണ്ട ആനുകൂല്യങ്ങൾ നമ്മൾ നൽകപ്പെടാതെ പോയാൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ കുറ്റക്കാരായിട്ട് മാറും. തിരിച്ചവർക്ക് ഇങ്ങോട്ടും ബാധ്യതകളുണ്ട്. അത് മറന്നുകൊണ്ടല്ല പറയുന്നത്, നമ്മുടെ ഭാഗമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഏറ്റവും ഉത്തമ വനിത ആരാണെന്നറിയോ? സ്ത്രീകളിലെ ശ്രേഷ്ഠർ ആരാണെന്നറിയോ? തൻ്റെ ഇണ തന്നെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ പുരുഷൻ അവളെ നോക്കുമ്പോൾ അവനെ സംതൃപ്തിപ്പെടുത്തുന്നവളാണ്. അവൻ കൽപ്പിക്കുമ്പോൾ അനുസരിക്കുന്നവളാണ്. അവൻ്റെ അഭാവത്തിലും അവളുടെ ചാരിത്രശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവളാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രൂപത്തിലുള്ള മാനസിക ശാരീരിക ആവശ്യങ്ങൾക്ക് കൂട്ടുനിൽക്കാനും അവരുടെ സംതൃപ്തിയോട് ചേർന്ന് നിൽക്കാനും എൻ്റെയോ നിങ്ങളുടെയോ തിരക്കുകൾ നമ്മളെ സമ്മതിക്കുന്നില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാകും എന്ന് മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ താളപ്പിഴകൾക്ക് തന്നെ കാരണമായി തീരും. ഒരു വീട്ടിൽ രണ്ട് ധ്രുവങ്ങളിൽ ജീവിക്കുന്നവരായിട്ട് നമ്മൾ മാറും. അവരുടെ ആഗ്രഹങ്ങളും അവരുടെ താല്പര്യങ്ങളും നമ്മൾ പരിഗണിക്കപ്പെടാതെ പോകുമ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്രമം തെറ്റിപ്പോകും. ഒരുപക്ഷെ അത് അവരുടെ ധാർമ്മിക വിശുദ്ധിയെപ്പോലും തകർത്തു പോകും. അതിന് കാരണക്കാരായിട്ട് നമ്മൾ മാറും. അതുകൊണ്ട് തിരക്കുകളെക്കാളുപരി നമ്മളതിന് പ്രാധാന്യം നൽകണം. തിരക്കുകളെക്കാളുപരി, ജോലിയേക്കാളുപരി, സമ്പാദ്യത്തെക്കാളുപരി നമ്മളതിന് പ്രാധാന്യം നൽകണം. മറ്റൊന്ന് നമ്മുടെ മക്കളാണ്. ഞാൻ ചുരുക്കി പറയുകയാണ്. മക്കൾക്ക് ശാരീരിക മാനസികമായിട്ടുള്ള വളർച്ചയിൽ നമ്മൾ പങ്കാളികളാകേണ്ടതുണ്ട്. അവരുടെ ഭാവവ്യത്യാസങ്ങളെ കണ്ടറിയാൻ നമ്മൾ അവരോടൊപ്പം ഉണ്ടാകേണ്ടതുണ്ട്. അവർ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. പ്രത്യേകിച്ചും പുതിയ കാലത്ത് അവർ ഒറ്റപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങളിൽ അവരകപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒരുപാട് ദുർഘട മേഖലകളുണ്ട്. എൻ്റെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ കരുതി വെച്ചിരുന്നു, പക്ഷെ എൻ്റെ കയ്യിൽ സമയങ്ങളില്ല. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ 8-9 ക്ലാസ്സുകളിൽ പഠിക്കുന്ന 8-9-10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഹൈസ്കൂൾ തലത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ്. സ്കൂളിൽ പ്രണയവും സ്വവർഗ പ്രണയവുമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടത്രേ. അതുകൊണ്ട് അവർക്കൊരു ക്ലാസ് വേണം. ഞാൻ അവർക്ക് ക്ലാസ് എടുത്തു. ക്ലാസ് എടുക്കുമ്പോൾ മക്കളുടെ മുന്നിൽ ഞാൻ ഉപയോഗിക്കാറുള്ളത് അള്ളാഹുവിലും പരലോകത്തിലുമുള്ള വിശ്വാസത്തെ തൊട്ടുണർത്തുന്നതോടൊപ്പം മാതാപിതാക്കൾക്ക് അവരോടുള്ള സ്നേഹത്തിൻ്റെ മേമ്പൊടി കൂടി ചേർത്തുകൊണ്ട് ഞാൻ അവരോട് സംസാരിക്കാറുണ്ട്.
കാരണം ഒന്ന് വസ്തുതയാണ്, നമ്മൾ മാതാപിതാക്കൾക്കെതിരെ വാളേന്തുന്ന മക്കളെ സംബന്ധിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും ഉമ്മ ബാപ്പമാർക്ക് അവരോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ആ നനവ് അവരുടെ കണ്ണുകളിൽ നമുക്ക് കാണാൻ കഴിയും. നന്മ പറ്റിപ്പോകാത്ത മനസ്സിൻ്റെ ഉടമകൾ തന്നെയാണ് പുതിയ സമൂഹത്തിൽ വളരുന്ന നമ്മുടെ മക്കൾ. അതുകൊണ്ട് ആ മേമ്പൊടി ചേർക്കുമ്പോൾ പെട്ടെന്ന് കുട്ടികളിലേക്ക് അത് കടന്നു കയറാറുണ്ട്. അങ്ങനെ ഞാൻ ക്ലാസ് എടുത്തു കഴിഞ്ഞു, മക്കൾക്ക് വല്ല സംശയവും ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. മക്കൾ ഒരുപാട് സംശയം ചോദിച്ചു. 3 കുട്ടികൾ എൻ്റെ അടുത്തേക്ക് കടന്നു വന്നു. സ്വകാര്യമായി പറയാനുള്ള ചില പ്രയാസങ്ങൾ സംബന്ധിച്ച് അവർ പറഞ്ഞു. 3 പേരും പറഞ്ഞത് സമാന കാര്യമായിരുന്നു. അതിലൊരു മകൾക്ക്, ഒരു പെൺകുട്ടിക്ക് 12-13 വയസ്സായിട്ടുണ്ടാകും, 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. കണ്ടാൽ ഓമനത്വം തുളുമ്പുന്ന ആ കുഞ്ഞു മകളടക്കം 3 പേരും പറഞ്ഞത് അവർ 3 പേരും പോൺ സൈറ്റിന് അഡിക്റ്റാണ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, വേണ്ടാത്ത കാഴ്ചകൾ കാണാൻ ഒരുപാട് അവസരങ്ങളുള്ള, സ്വകാര്യതയിൽ രമിക്കുവാൻ ഒരുപാട് അവസരങ്ങളുള്ള ലോകത്ത് നമ്മൾ ജീവിക്കുന്നു. ലഹരിക്കും ദുർനടപ്പുകൾക്കും സ്വീകാര്യത കിട്ടുന്ന ലോകത്ത് നമ്മൾ ജീവിക്കുന്നു. അവരൊറ്റപ്പെട്ടു പോയാൽ, നമ്മുടെ തിരക്കുകളിൽ നിന്ന് സ്നേഹസാമീപ്യം അവർക്ക് നഷ്ടപ്പെട്ടു പോയാൽ, അവരിത്തരം അപാകതകളിലേക്ക് വീണ് പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ ഉത്തരവാദിത്വ ലംഘനമാണ്. അവരുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയണം. അവരുടെ വൈകാരിക മാറ്റങ്ങളെ തൊട്ടറിയാൻ നമുക്ക് സാധിക്കണം. അവരുടെ മുഖത്തുള്ള ഭാവവ്യത്യാസങ്ങളെ കണ്ടറിയാൻ നമുക്ക് സാധിക്കണം. അരുതെന്ന് പറയുമ്പോഴും സ്നേഹത്തോടെ ചേർന്ന് നിന്നുകൊണ്ട് മക്കൾക്ക് പടച്ചവനിലുള്ള വിശ്വാസവും പാരത്രിക ഭയവുമെല്ലാം ഉണ്ടാക്കിക്കൊടുക്കാൻ കഴിയുന്ന മാതാക്കളാകാൻ നമുക്ക് സാധിക്കണം. പക്ഷെ അതിന് സമയം വേണം. അതിനേക്കാൾ ഉപരി നമ്മുടെ മനസ്സിൽ ഫ്രീ ആയിട്ടുള്ള ഒരവസ്ഥ വേണം. തിരക്കുകൾക്കിടയിൽ നമുക്കിതൊന്നും കാണാൻ കഴിയില്ല. മോളെ മോനെ എന്ന് വിളിക്കുമ്പോഴും നമ്മുടെ തലച്ചോറുകളിൽ തിങ്ങി നിറയുന്നത് നമ്മുടെ ജോലി സ്ഥലത്തുള്ള സമ്മർദ്ദങ്ങളായിരിക്കും. അതുകൊണ്ട് അവരുടെ ഭാവവ്യത്യാസങ്ങളെ, അവരിലെ വൈകാരിക വ്യതിയാനങ്ങളെ തൊട്ടറിയാനോ കണ്ടറിയാനോ നമുക്ക് സാധിക്കാതെ വരും. അത് കടുത്ത ഉത്തരവാദിത്ത ലംഘനമാണ്. അതുകൊണ്ട് മക്കളുടെ കൂടെ ചെലവഴിക്കാൻ, അവരെ അറിയാൻ എൻ്റെ ജോലി എനിക്ക് തടസ്സമാകുന്നില്ല, എൻ്റെ തിരക്കുകൾ എനിക്ക് തടസ്സമാകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. 3ാമത് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട 3 പോയിന്റ് മാത്രം പറയാണ്. ഒന്ന് ഇണയോടുള്ളതാണെങ്കിൽ, മറ്റൊന്ന് മക്കളോടുള്ളതാണെങ്കിൽ, 3ാമത് പറയാനുള്ളത് നിസ്സഹായതയോടെ വേദനിക്കുന്ന ഒരു വൃദ്ധരായ ഒരു മനുഷ്യരും നമ്മുടെ വീട്ടിലുണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ മാതാപിതാക്കളാകട്ടെ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മാതാപിതാക്കളാകട്ടെ, കൂടെ ഇരിക്കാൻ, സ്നേഹാന്വേഷണം നടത്താൻ, എന്തു പറ്റി ഉമ്മ എന്ന് ചോദിക്കാൻ, എന്തു പറ്റി ഉപ്പ എന്ന് ചോദിക്കാൻ, എനിക്ക് ആരുമില്ലാതായിപ്പോയല്ലോ എന്ന് സങ്കടപ്പെടുന്നവർ നമ്മുടെ വീട്ടിലുണ്ടാകാൻ പാടില്ല എന്ന് ഉറപ്പ് വരുത്തണം. 5 വർഷം എൻ്റെ ഉപ്പ കിടപ്പ് രോഗിയായിട്ടുണ്ട്. ആ സമയത്ത് ഉപ്പയെ നോക്കാൻ പോകുന്ന സമയത്ത് ബസ്സിൽ വെച്ച് എനിക്ക് വളരെ പരിചയമുള്ള ഒരു ടീച്ചറെ ഞാൻ പരിചയപ്പെട്ടു. 5 വർഷമായി എൻ്റെ ഉപ്പ കിടപ്പിലാണെന്ന് പറയുമ്പോൾ ആ ടീച്ചർ കണ്ണ് നനഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ തിരക്കുകൾക്കിടയിൽ 6 മാസം രോഗിയായി കിടന്ന ഉപ്പയെ ഒരു ദിവസം പോലും പരിചരിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല, വല്ലാത്ത കുറ്റബോധമുണ്ട് എന്ന്. ആ ഒരു കുറ്റബോധം നമ്മളിലുണ്ടാകരുത്. നിസ്സഹായതയും ഒറ്റപ്പെടലും അനുഭവിക്കുന്ന ഉമ്മയോ ബാപ്പയോ, ഭർത്താവിൻ്റെ ഉമ്മയോ ബാപ്പയോ ഏതെങ്കിലും വീടകങ്ങളിലുണ്ടെങ്കിൽ അറിയണേ പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ സർവനാശത്തിന് കാരണമായി തീരും. അവരുടെ മനസ്സ് നീറിപ്പോയാൽ ഇഹത്തിലും പരത്തിലും നമ്മളതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും. നാം അതിൻ്റെ ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരിക തന്നെ ചെയ്യും. കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി, മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിൻ്റെ കോപം. തിരക്കുകൾക്കിടയിൽ ഉമ്മയെ ചേർത്ത് പിടിക്കാൻ, ബാപ്പയെ ചേർത്ത് പിടിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരാളും ഈ സദസ്സിലുണ്ടാകരുതേ എന്ന് ഞാൻ നിർബന്ധം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ബാധ്യതകൾ നിർവഹിക്കാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതം
ഇത്തരത്തിലുള്ള ചിന്തകൾക്കൊന്നും പാകപ്പെടുകയില്ല. നേരത്തെ ഇവിടെ പറയപ്പെട്ടതുപോലെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം ഈ ഭൂമിയും അതിലുള്ള വിഭവങ്ങളും ഏറെ മനോഹരമാണ്. നമ്മുടെ മനസ്സാകട്ടെ ആ മനോഹാരിതയെ വല്ലാതെ തേടുന്നതാണ്. അതെന്തിനാണെന്നറിയുമോ? ഇവിടെ നമ്മൾ വിജയിക്കുമോ എന്ന പരീക്ഷണം മാത്രമാണത്. അള്ളാഹു പറയുന്നുണ്ട്, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഈ ഭൂമിയെ നാം അലങ്കാരമാക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ സ്കില്ല് വളർത്തി, നിങ്ങൾ ഉത്തമമായ മേഖലകളെ നിങ്ങൾ കീഴടക്കി, വലിയ സ്ഥാനമാനങ്ങൾ വാങ്ങി, നിങ്ങൾ വലിയ വലിയ നേട്ടങ്ങൾക്ക് പിന്നാലെ പോയാൽ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ പിറകില് നാളെ വരാനിരിക്കുന്ന ലോകത്തെ നിങ്ങൾ മറന്നുകൊണ്ട് ജീവിക്കുമോ എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്കുള്ള പരീക്ഷണമെന്ന് എന്നെയും നിങ്ങളെയും അള്ളാഹു ധൈര്യപ്പെടുത്തുന്നുണ്ട്. എങ്കിൽ എത്രയെത്ര മനസ്സിനെ പാകപ്പെടുത്തിയാലും ദുനിയാവിലെ ജീവിതത്തിൻ്റെ പിറകെ നമ്മൾ പോകും. അറിയണേ, ഐഹിക ജീവിതം എന്ന് പറയുന്നത് അത് വഞ്ചിച്ചു കളയുന്ന വിഭവമാണ്. അത് വഞ്ചിച്ചു കളയുന്ന വിഭവമാണ്. നേട്ടങ്ങൾ ഏതായിരിക്കട്ടെ, എത്രയൊക്കെ സമ്പാദ്യങ്ങൾ ഉണ്ടാകട്ടെ, അത് പിറകിലുപേക്ഷിച്ച് നാം കടന്നു പോകും. ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം. വിസമ്മതങ്ങളൊന്നുമേ തരപ്പെടാ. തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണിതാകയാൽ കരത്തിലുള്ളതൊക്കെയും അതിർത്തിയിൽ ത്യജിക്കണം. ഏതേത് സമ്പാദ്യങ്ങൾക്ക് മുന്നിലും നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ, നാളെ മരണത്തിൻ്റെ മുൻപിൽ കിടക്കുമ്പോൾ നാം പറയുമത്രേ, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. അള്ളാഹുവേ, ഒരല്പസമയം ഒന്ന് നീട്ടി തരുമോ? എൻ്റെ കയ്യിലുള്ളത് വല്ലതും ദാനം ചെയ്തിട്ട് ഭൂമിയിൽ നേടിയെടുത്തതെല്ലാം വെറുതെയായി പോയെന്ന് കൃത്യമായ ബോധ്യമുണ്ടാകുമ്പോൾ പറയും, അല്ലാ, എൻ്റെ കയ്യിലുള്ളത് ഒരല്പം ദാനം നൽകിയിട്ട് ഞാനൊന്ന് നല്ല മനുഷ്യനായി തീരട്ടെ. സാധ്യമല്ല കേട്ടോ, തിരിച്ചു നടക്കാൻ സാധ്യമല്ല. ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് ഓർക്കുക, അള്ളാഹുവിനെ ഭയപ്പെടുക. അതിനേക്കാളും വലുതല്ല ഭൂമിയിലെ ഒരു നേട്ടവും എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം നമ്മുടെ താല്പര്യങ്ങളെ പരിരക്ഷിക്കാൻ നമ്മുടെ ഇണയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിന് സപ്പോർട്ട് നൽകുന്ന, അതിന് പിന്തുണ നൽകുന്ന ഒരു കുടുംബത്തെ ഉണ്ടാക്കിയെടുക്കുന്ന, സ്നേഹം നിറയുന്ന, സ്നേഹത്തിൻ്റെ വിശാലതയുള്ള നമ്മുടെ സ്വപ്നങ്ങളെ എന്നും തന്നെ തട്ടിത്തകർക്കാതെ എല്ലാത്തിനെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന സ്നേഹവിശാലത ഉണ്ടാക്കിയെടുക്കുന്ന നല്ല ഹൃദയങ്ങളുടെ ഉടമകളായിട്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും ഉയർത്തുമാറാകട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഉപസംഹാരം കുറിക്കുകയാണ്. അള്ളാഹു ഈ നല്ല ഒരു സദസ്സിൽ നിങ്ങളുടെ മുൻപിൽ നിൽക്കാൻ എനിക്ക് അവസരം നൽകിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഇതിൻ്റെ സംഘാടകർക്കും അതിൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.